എല്ലാവർക്കും നമസ്കാരം. ശ്രുതീസ് ഫാഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബ്ലൗസിൻ്റെ ഫ്രണ്ട് നെക്കിനാണ് ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ സ്ലീവിനും ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ട്. രണ്ടും ഇതേ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിനു വേണ്ടി ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തിട്ട് ഒരു 2-1 നടുക്ക് നമ്പറിൽ സെറ്റ് ചെയ്തിട്ട് ഒരു സാറ്റിൻ സ്റ്റിച്ച് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് അതുപോലെ തന്നെ ഇനിയൊരു ലൈനും ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ബട്ടൺ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ലീഫ് ഇടാനാണ്. അത് സൈസ് ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബ്ലൗസിൻ്റെ നെക്കിനൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ലീഫിൻ്റെ ഒക്കെ സൈസൊക്കെ നീളം വീതിയും എല്ലാം ഒരേപോലെ വരും. ഈ ലീഫുകളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ബേസിക് ക്ലാസ്സസ് ആയിട്ട് ഓരോരോ വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ ഈ ലീഫൊക്കെ ഇടുന്നതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്പറുകൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതും എല്ലാം കാണിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇതൊക്കെ ഈ ലീഫൊക്കെ നമ്മൾ എംബ്രോയ്ഡറി പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന ബേസിക് സ്റ്റിച്ചുകളാണ്. ഈ ലീഫൊക്കെ ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ അത്ര ഫിനിഷിങ് വന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടി ചെയ്താൽ മതി. നല്ല ഫിനിഷിങ് വന്നോളും. അത് കഴിഞ്ഞ് ലീഫിൻ്റെ നടുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഡിസൈൻ 1 ഇഞ്ച് വീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 1 ഇഞ്ചിന് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ 1 ഇഞ്ചിൻ്റെ ഉള്ളിൽ വേണം ഇപ്പോൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ മാർക്ക് ചെയ്ത ഇതിന് സർക്കിളിന് ചുറ്റും ഇതുപോലെ ചെറിയ ചെറിയ ലീഫുകൾ ചുറ്റും ഇട്ട് കൊടുക്കണം. എല്ലാതിൻ്റെ ചുറ്റും ഇതുപോലെ ചെറിയ ചെറിയ ലീഫുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാരിയിൽ ലൈറ്റ് കോപ്പർ കളറിലുള്ള ചെറിയ ഡിസൈന് ഉള്ളതുകൊണ്ട് ഞാൻ ലൈറ്റ് കോപ്പർ കളറിലുള്ള ജെറി ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്തത്. സാരിയുടെയും ബ്ലൗസിൻ്റെയും കളർ സെയിം ആയതുകൊണ്ട് വേറെ കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ അതിനടുക്കായിട്ട് ഞാൻ ബ്ലൗസ് പീസിൻ്റെ അതേ കളറിലുള്ള സിൽക്ക് ത്രെഡ് ഉപയോഗിച്ച് വലിയ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ നടുക്കും വലിയ ഒരു ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ 2 സാറ്റിൻ സ്റ്റിച്ചിൻ്റെ നടുക്ക് കുറച്ച് ഗ്യാപ്പുള്ള സ്ഥലത്ത് ഞാൻ റൈസ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ചെയിൻ സ്റ്റിച്ച് എന്നും പറയും. നമ്മൾ ഹാൻഡ് വർക്കിൽ ചെയിൻ സ്റ്റിച്ച് ഇടുന്ന പോലെ ഉള്ള സ്റ്റിച്ചാണിത്. അങ്ങനെ ഫുള്ള് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ബാക്ക് ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് വരച്ചിട്ട് സ്ലീവിൻ്റെ നടുക്ക് ഇതുപോലെ ഒരു ഷേപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. നടുക്ക് കുറച്ച് വീതി കൂട്ടിയിട്ടും അറ്റത്ത് വീതി കുറച്ചിട്ടുമുള്ള ഒരു ഷേപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയും സെയിം നെക്കിന് ചെയ്ത പോലെ തന്നെ ഞാൻ ഡിസൈന് ചെയ്യുന്നുണ്ട്. ആ ഷേപ്പ് വരച്ച ഭാഗത്ത് മൊത്തം ഞാൻ നെക്കിന് ചെയ്ത പോലെ തന്നെ ഡിസൈൻ ചെയ്തു. അത് കഴിഞ്ഞ് താഴെ മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതുപോലെ ഒരു 2 നമ്പറിൽ വെച്ചിട്ട് സാറ്റിൻ സ്റ്റിച്ച് ഇടുന്നുണ്ട്. അത് ബ്ലൗസ് പീസ് ഫുള്ള് പ്ലെയിൻ ആണ്. ബോർഡറൊന്നും ഇല്ലാത്തതും കൊണ്ട് താഴെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാൻ കസ്റ്റമർ പറഞ്ഞിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞ് നടുക്ക് ഗ്യാപ്പ് ഉള്ള സ്ഥലത്ത് ഇതുപോലെ ഒരു ഫ്ലവറും ചെയ്യുന്നുണ്ട്. ഫ്ലവർ ഞാൻ ട്രേസ് ചെയ്തിട്ടാണ് ചെയ്തത്. അത് കഴിഞ്ഞ് നടുക്ക് ഗ്യാപ്പ് ഉള്ള സ്ഥലത്ത് ബ്ലൂ കളറിലുള്ള സിൽക്ക് ത്രെഡും കൊണ്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് സ്ലീവിൻ്റെ മുകൾ ഭാഗത്ത് ബുട്ടാസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട്
സെയിം അതേ ഫ്ലവർ തന്നെയാണ്. ദൂരെ ദൂരെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഓരോരോ ബുട്ടാസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്കൊരു ലൈക്ക് അടിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്